Hello, dears. I'm Shringa Srikumar, and I'm one of the faculty team members in Mentec School of Counseling and Psychotherapy. So, നമ്മളൊരു പുതിയ കോഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്, മൈക്രോ സ്കിൽസ് ഇൻ കൗൺസിലിംഗ്. സോ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള കൺസേൺസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ യു സം ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് കോഴ്സ്. ഈ ഒരു കോഴ്സ് സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാൻഡിഡേറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും അതിപ്പോ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഈവൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് പോലും സ്വന്തമായിട്ടൊരു ഒരു ബിഗിനർ ആയാൽ പോലും ഒരു കേസ് അറ്റൻഡ് ചെയ്യുക, സ്വന്തമായിട്ടൊരു കേസ് കാണുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളതിൽ ഒരു ലേശം മടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പലർക്കും. മെജോറിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സിനും അത് കാണാറുണ്ട്. എനിക്ക് ഒരു സെൽഫ് ഡൗട്ട് പോലെയാണ് അത് വരുന്നത്. ഞാനതിന് കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഈ പഠിച്ച തിയറീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എനിക്കതിന് വേണ്ട സ്കിൽസ്, വേണ്ട ഫൗണ്ടേഷൻ സ്കിൽസ് ഉണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ പലതരത്തിലുള്ള സെൽഫ് ഡൗട്ട് അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ഒരു പ്രാക്ടിക്കൽ സ്കില്ലാണല്ലോ ലാക്ക് ചെയ്യുന്നത്. പലർക്കും ഇപ്പം സോഷ്യൽ വർക്ക് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും മാസ്റ്റേഴ്സ് വരെ പഠിച്ച ആൾക്കാർക്ക് എന്തായാലും ഒരു തിയറട്ടിക്കൽ നോളജ് അല്ലെങ്കിൽ തിയറട്ടിക്കൽ ബേസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം മേ ബി അവരുടെ പ്രാക്ടിക്കൽ സ്കിൽസിന്റെ ഒരു വേണ്ട സ്പേസ് കിട്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പ്ലാറ്റ്ഫോം കിട്ടാതിരിക്കുന്നതൊക്കെ ആയിരിക്കും റീസൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു 3 months നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 months ഇന്റൻസീവ് പ്രോഗ്രാം എന്ന് പറയുമ്പം ഇതിനകത്ത് കൂടുതലും ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സെഷൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ റോൾ പ്ലേസ് കൊടുക്കാറുണ്ട്, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, റിയൽ ലൈഫ് കേസ് എക്സാമ്പിൾസ് പറയാറുണ്ട്, കേസ് സ്റ്റഡീസ് വെച്ചിട്ട് നമ്മൾ ഈ കേസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസുമായിട്ട് ഇരുന്ന് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ് കൊടുക്കാറുള്ളത്. നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും RCA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിലേഴ്സ് ഉണ്ട്, ക്ലിനിക്കൽ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്ത ആൾക്കാരുണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സ് ആണെങ്കിലും PhD സ്കോളേഴ്സ് ആണെങ്കിലും MPhil സ്കോളേഴ്സ് ആണെങ്കിലും അത്തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് നമ്മുടെ ടീമിലുള്ളത്. നമ്മൾ എപ്പോഴും ഒരു കേസ് സ്റ്റഡി വെച്ചിട്ടായിരിക്കും അധികം ക്ലാസ്സുകളും അല്ലെങ്കിൽ അധികം ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴും ഒരു കേസ് സ്റ്റഡി വെച്ച് അതിനെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്ന് പരസ്പരം സംസാരിച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് റോൾ പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് പലപ്പോഴും പല ക്ലാസ്സുകളും നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന തിയറീസ് പഠിക്കുകയാണെങ്കിലും, ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ സിലബസിലാണെങ്കിൽ കൂടി ഒരു തിയറി പറയുകയാണെങ്കിൽ ആ തിയറി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നതും അതായിരിക്കാം അല്ലെ. നമ്മൾ പഠിച്ച തിയറീസ് ഒക്കെ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, കേസ് കാണുമ്പോൾ അത് ഇന്ന തിയറി ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം, മേ ബി അത് എക്സ്പീരിയൻസിന്റെ കുറവ് കൊണ്ടൊക്കെ വരുന്നതായിരിക്കാം. അപ്പൊ നമ്മൾ കൂടുതൽ കേസുകൾ കാണുക അല്ലെങ്കിൽ കൂടുതൽ കേസുകളെ പറ്റി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മൈക്രോ സ്കിൽസ് ഇൻ കൗൺസിലിംഗ് ഇതിലേക്ക് വരികയാണെങ്കിൽ, മൈക്രോ സ്കിൽസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫൗണ്ടേഷൻ ബേസിക് സ്കില്ലാണ് ഒരു കൗൺസിലർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട്. നമ്മൾ ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡ്വൈസ് ഗിവിംഗ് അല്ല അല്ലെ. നമുക്കറിയാം സാധാരണ ആൾക്കാർക്ക് ആർക്കും ഉപദേശിക്കാൻ എളുപ്പമാണ് അല്ലെ. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ പ്രൊഫഷണൽസും സാധാരണ ആൾക്കാർക്ക് ഒരു ഉപദേശം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉപദേശമല്ല കൊടുക്കുന്നതെന്നുള്ളതാണ് കാര്യം അല്ലെ. അപ്പൊ നിങ്ങൾ ഉപദേശമല്ലാതെ പിന്നെ എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിക്കില്ല ആൾക്കാർ. അപ്പൊ നമ്മൾ ഉപദേശത്തിന് പകരം അവിടെ ഉപദേശം കൊടുക്കലല്ല നമ്മളുടെ പണി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വളരെ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കലി നമുക്ക് അത്ര പോസിബിൾ ആയിട്ടെന്നല്ല, നമുക്ക് പ്രാക്ടിക്കലി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചിലപ്പം ഒരു അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയാണത് പോസിബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എത്തിക്സ്, കൗൺസിലിംഗിന്റെ അകത്ത് നമ്മൾ മേജർ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറെ എത്തിക്സ് ഉണ്ടല്ലേ. നമ്മളൊരു കാര്യം ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പോലും എങ്ങനെ ചോദിക്കണം, ഏത് രീതിയിൽ അതിനെ ചോദിക്കണം എന്നൊക്കെ പറയും. അപ്പൊ മൈക്രോ സ്കിൽസ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ എന്താ പറയാ ബേസിക് ആയിട്ട് ഒരു കൗൺസിലർക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് മുതലേ, അതിപ്പം ഒരു ട്രസ്റ്റ് ബിൽഡിംഗ്, ഒരു റാപ്പോ ബിൽഡിംഗ് മുതൽ ഒരു ക്ലയന്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണല്ലേ. ഒരു ക്ലയന്റിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, ഏറ്റവും നന്നായിട്ട് അവരുമായിട്ടൊരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുക, ഏറ്റവും നന്നായിട്ട് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ബേസിക് മുതൽ നമുക്ക് വേണ്ട എന്തൊക്കെ സ്കിൽസ്, അതാണ് ഈ മൈക്രോ സ്കിൽസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേൾക്കുമ്പം അത് പലർക്കും വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം അല്ലെ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മേജർ ചില കമ്പോണൻസ് പറയുകയാണെങ്കിൽ ആക്റ്റീവ് ലിസ്ണിംഗ്, അല്ലെങ്കിൽ എംപതി, അല്ലെങ്കിൽ ക്വസ്റ്റനിങ് സ്കിൽസ് എന്നൊക്കെ പറയുമ്പം അത് കേൾക്കുന്നവർക്ക് അത് വളരെ നമ്മൾ പഠിക്കുന്ന കാലത്തും അതിന്റെ തിയറീസ് പഠിക്കുന്ന കാലത്തും നമുക്ക് തോന്നും ആക്റ്റീവ് ലിസ്ണിംഗ് എന്താണ്, ജസ്റ്റ് അവരെ കേൾക്കുക, മനസ്സിലാക്കുക, അത് നമുക്ക് പറ്റുന്ന കാര്യമല്ലേ എന്ന് തോന്നും. പക്ഷെ പലപ്പോഴും
നമ്മൾ അവരെ നന്നായി വ്യക്തമായിട്ട് അറ്റൻഷൻ ഫുൾ നമ്മളുടെ കംപ്ലീറ്റ് അറ്റൻഷനും അല്ലെ, നമുക്ക് വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടെ മനസ്സിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, നമുക്ക് അല്ലാതെ കുറെ അറ്റൻഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാനൊക്കെ ഉണ്ടായിരിക്കും. അതിനെല്ലാം പിടിച്ചു നിർത്തി ഒരാളിലേക്ക് മാത്രം, ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ഏറ്റവും നന്നായിട്ട് അവരെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എത്രത്തോളം നമ്മളുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുമോ, ഏറ്റവും നന്നായിട്ട് ആ പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അവരെ മനസ്സിലായിന്ന് അവർക്ക് തോന്നണം അല്ലെ. അപ്പം ഏറ്റവും ആക്റ്റീവായിട്ട് നമ്മൾ അവരെ ലിസൺ ചെയ്യണമെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും കൂടെ പറ്റണം. അപ്പൊ അതൊരു വലിയ സ്കില്ലാണ്. അത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നിയാലും ചിലപ്പോൾ അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ക്വസ്റ്റനിങ് സ്കിൽ എന്ന് പറയുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, ചോദ്യം ചോദിക്കാൻ എന്താ, എല്ലാവർക്കും ചോദ്യം ചോദിക്കാം അല്ലെ. ചോദ്യം എങ്ങനെ ചോദിക്കണം, അതിനെങ്ങനെ ഫ്രെയിം ചെയ്യണം, ഏത് തരത്തിൽ അതിനെ ചോദ്യം ചോദിക്കണം എന്നുള്ളതൊക്കെയാണ് കാര്യം. നമ്മൾ പറയും നമുക്കൊരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് സംസാരമാണ് അല്ലെ. കൗൺസിലിംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ട് അത്രയും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മുടെ സംസാരത്തിൽ കൂടെ നമ്മൾ മാത്രമല്ല, ക്ലൈന്റ് ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് സംസാരിക്കണം. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കണം, അവരുടെ പ്രശ്നങ്ങളെ സംസാരിപ്പിക്കണം അല്ലെ. അപ്പൊ അതിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടൂൾ അല്ലെ. ആകെ നമ്മുടെ കയ്യിലുള്ള അതാണ്. അപ്പൊ പലപ്പോഴും കൗൺസിലിംഗിന്റെ അകത്ത് നമ്മൾ സംസാരിച്ച് അവരിൽ നിന്ന് അവരെയും കൂടെ സംസാരിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് അതിനെയാണ് നമ്മൾ പിന്നീട് അഡ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഒരു ചോദ്യം ഫ്രെയിം ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ അതാണ്. പലപ്പോഴും ആൾക്കാർക്ക് ഒരു പ്രശ്നം, ചില ആൾക്കാരുടെ അവര് വന്നിരുന്ന ക്ലൈന്റ് വന്നിരുന്ന നമ്മുടെ അടുത്ത് വളരെ പെരിഫറൽ ആയിട്ട് സംസാരിച്ചാളെ, എനിക്ക് ഇന്നതാണ് പ്രശ്നം, എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കമില്ല, എനിക്ക് 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോഴും അതെന്തുകൊണ്ടെന്ന് നമ്മൾ അവരിൽ നിന്ന് തന്നെ അവരുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ, ഒരു മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കണം. എന്താണ് അവർ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന എലമെന്റ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പൊ വെറും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ഒതുക്കാതെ വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ട് അവരെ കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് അവർക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റനിങ് സ്കിൽ ഒരു വലിയൊരു സിഗ്നിഫിക്കന്റ് സ്കില്ലാണ് ആൾക്കാർക്ക് വേണ്ടത്. പലപ്പോഴും നമുക്കത് ലാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സസ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കേസ് സ്റ്റഡി വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഒരു കേസ് സ്റ്റഡി കൊടുത്ത് ആ കേസിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പലർക്കും പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അതിൽ തന്നെ എത്തിക്കലി നമുക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് നമുക്ക് ഡയറക്ട്ലി ചിലപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റില്ല. ഏതൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് അങ്ങനെ ഡയറക്ട്ലി ചോദിക്കാൻ പറ്റാതെ വരുന്നത്, എത്തിക്കൽ ഇഷ്യൂസ് എവിടേക്കാണ് വരുന്നത്, ഇതിലൊക്കെയാണ് നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ നോളജിന്റെ അത്യാവശ്യം. നമ്മൾ എത്ര തിയറി പഠിച്ചാലും പ്രാക്ടിക്കലി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മളിപ്പം ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ പോലും ആൻസൈറ്റി തന്നെ പലർക്കും പലതരത്തിലാണ് അല്ലെ. ഡിപ്രഷൻ പലർക്കും പലതരത്തിലാണ്. അപ്പൊ നമ്മൾ ബൈഹാർട്ട് ചെയ്തൊരു 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കാം എന്ന് വിചാരിച്ചാലും അത് പോസിബിൾ അല്ല. നിങ്ങൾ ഈ ഒരു കേസിന് കണ്ട പോലെ ആയിരിക്കില്ല നെക്സ്റ്റ് ഒരു കേസിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എങ്ങനെയാണ് നമ്മളുടെ കൗൺസിലിംഗിനെ എഫക്ട് ചെയ്യുന്നത്, ഓരോ കേസിനെ നമ്മൾ എങ്ങനെ കാണണം, ഓരോ ആൾക്കാരുകളെയും അല്ലെ, പല പേഴ്സണാലിറ്റീസും ഡിഫറെന്റ് ആണ്. അപ്പം ഓരോ തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സസിൽ കൂടെ നമുക്ക് കൂടുതൽ ഈസി ആയിരിക്കും. പിന്നെ നമ്മളുടെ ഈ ഒരു ഏത് കോഴ്സ് ആണെങ്കിലും ഇപ്പൊ നമ്മളധികം നിങ്ങളുടെ ടൈം നമ്മൾ പറയില്ല, ഇപ്പൊ ഇന്റേൺഷിപ്പ് പോവുകയാണെങ്കിലും നമ്മളുടെ ടൈമാണ് നമുക്കൊരു വലിയൊരു ഇഷ്യൂ വരുന്നത്. പലപ്പോഴും നമ്മൾ എന്ത് പ്രോഗ്രാംസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലെ. അപ്പം എല്ലാവർക്കും ഏറ്റവും മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് മിക്കവാറും ഈവനിങ് സെഷൻസ് ആയിരിക്കും ഏറ്റവും എളുപ്പമുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സസും അധികമല്ല, നമ്മുടെ ക്ലാസ്സസ് 8 to 9 ആണ് നമ്മൾ എപ്പോഴും സ്കെഡ്യൂൾ ചെയ്യാറുള്ളത്, രാത്രി 8 to 9. അപ്പൊ ആ സമയത്തായിരിക്കും മിക്കവാറും എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടുള്ള സമയം, നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ക്ലാസ് കേൾക്കാനും. അഥവാ ഇനി നിങ്ങൾക്ക് ചില ക്ലാസ്സുകൾ മിസ്സാവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ ഹാൻഡ് പ്രിന്റഡ് കോപ്പീസ്, ഇപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത് അതിന്റെ മെറ്റീരിയൽസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻ ഹാൻഡ് നിങ്ങളുടെ പ്രിന്റഡ് കോപ്പീസ് നിങ്ങൾക്ക് കിട്ടും, അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത്രയും വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയുമാണ് നമ്മുടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഒരു 3 months ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് വളരെ ചുരുങ്ങിയ സമയമൊന്നുമല്ല അല്ലെ. നമുക്ക് ഇപ്പൊ മാസ്റ്റേഴ്സ് വരെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വേണ്ട ഒരു ബേസിക് തിയററ്റിക്കൽ നോളേജ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളേജ് ആണ് കുറച്ചും കൂടി അല്ലെ. അപ്പൊ അവർക്ക് ഒരു 3 മാസം എന്ന് പറയുന്നത് ഏറ്റവും ഇന്റൻസീവ് ആയിട്ട് നമ്മൾ എത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ
സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെ. 3 months ഇനഫ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കേസുകൾ കാണാനും. 3 months ഒക്കെ ഒരുപാട് അത്യാവശ്യത്തിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ്. ഫർദർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സിലബസിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.